കോളേജിൽ വളരെ വലിയൊരു അത്യാഹിതം നടന്നിട്ടുണ്ട്. അവിടെ തീപിടുത്തമുണ്ടായി. ഞാൻ അതിഥികളിലേക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലാണ് തീ പിടിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് വലിയ പുക വരുന്നു, രോഗികളെ മാറ്റുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഒരു നിമിഷം ഫൈസൽ, എന്താണ് ഉണ്ടായത്? അജിംസ് അല്പം മുമ്പാണ് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്കുള്ളിൽ CT സ്കാനിന് സമീപത്ത് വെച്ച് ആദ്യം പുക ഉയരുന്നത് കണ്ടത്. അപ്പോൾ തന്നെ ആളുകളെ മാറ്റാൻ താമസിച്ചേട്ടാ, എന്താ സംഭവിച്ചത്? ഞങ്ങളവിടെ എന്റെ മോളെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടുന്ന് ഒരു ബഹളമൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കംപ്ലീറ്റ് പുകയും ഇതുമായിട്ട് വന്ന് പിന്നെ എല്ലാവരും പുറത്തേക്ക് ഓടുകയായിരുന്നു. അങ്ങനെയാ ഞങ്ങളുടെ ഇപ്പൊ ഇത് ഇങ്ങനെയാ സംഭവിച്ചത്. ഉള്ളിലുള്ളവരൊക്കെ പുറത്ത് മാറ്റിയിട്ടുണ്ടാവണം. ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അജിംസ് അല്പം മുമ്പാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാഷ്വാലിറ്റി CT സ്കാനിന് സമീപത്ത് വെച്ച് ആദ്യം പുകയുരുന്നു. ആളുകൾ തന്നെയാണ് ഇത് ആദ്യം കണ്ടത്. ഉടനെ സെക്യൂരിറ്റിയെ വിവരം അറിയിക്കുന്നു. ഉടനെ എല്ലാവരും തന്നെ ഇടപെട്ടുകൊണ്ട് മുഴുവൻ ആളുകളെയും കാഷ്വാലിറ്റിയിൽ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. പല ആളുകളെയും തൊട്ടടുത്ത ആശുപത്രികളിലേക്കൊക്കെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതീവമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. എന്തായാലും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഇതുവരെ ആർക്കും പരിക്ക് പറ്റിയതായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളോ ഒന്നും തന്നെ ഇല്ല. പുക ഉയർന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ പൂർണ്ണമായി തന്നെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ആംബുലൻസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഈ ഒരു കൃത്യമായിട്ട് ആളുകൾ ഈ കാഷ്വാലിറ്റി കെട്ടിടം പുതുതായിട്ട് പണിതല്ല, അധികമായിട്ടില്ല ഉദ്ഘാടനം ചെയ്തിട്ട്. അതെ പുതിയതായി മാറ്റിയ ഈ ഒരു കാഷ്വാലിറ്റി കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. എന്തായാലും രോഗികളെയൊക്കെ തന്നെ ഇതിനുള്ളിൽ നിന്ന് ഇതുവരെ അപകടമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പുക ഉയർന്നതോടെ രോഗികളെ പൂർണ്ണമായും മാറ്റി ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് അറിയുന്നത്.